എന്ത് വില കൊടുത്തു എത്ര പോലീസുകാരെ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ മരിക്കാൻ വരെ തയ്യാറായിക്കൊണ്ട് ഇതൊന്നും അവർ ശ്രദ്ധിക്കാതെ ഇതൊരിക്കലും ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് ഒരു ധാർഷ്ട്യത്തോടു കൂടിയാണ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത്. മരണം വരെ ഞങ്ങൾ ഈ സമര രംഗത്തുണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. തിക്കോടിയിലെ അടിപ്പാത വിഷയം സജീവമായ ചർച്ചയിലേക്ക് എത്തുകയാണ്. നാട്ടുകാരും ഉദ്യോഗസ്ഥരുമായി 4 തവണയാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. സമരപ്പന്തൽ പൊളിക്കാനും ശ്രമിക്കുകയും അതിലൂടെ സർവീസ് റോഡ് നിർമ്മിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തപ്പോൾ അടിപ്പാത നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാതെ ഒരു തരത്തിലും സർവീസ് റോഡ് നിർമ്മാണം അനുവദിക്കുകയും കഴിഞ്ഞ 2 വർഷമായി തിക്കോടി ടൗൺ അടിപ്പാത അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി തിക്കോടിയിലെ ഒന്നടങ്കം ജനങ്ങൾ സമരബാധയിലാണ്. നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം റെസിഡൻസ് അസോസിയേഷൻ, കുടുംബശ്രീ, കൂടാതെ ക്ഷേത്ര പള്ളി കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും ഒക്കെ തന്നെ ഈ സമരത്തിലാണ്. അധികൃതർ മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടിപ്പാത കിട്ടുന്നവരെ ഈ നാട്ടിലെ ഒന്നടങ്കം ജനങ്ങൾ ഈ സമരരംഗത്തുണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് ഈ ഇത്തരണത്തിൽ അറിയിക്കാനുള്ളത്. പലപ്പോഴും നമ്മുടെ ബി ഡി ഓഫീസിൻ്റെ മുന്നിലും അതേപോലെ തന്നെ നമ്മുടെ അധികാരികളുടെ മുമ്പിലൊക്കെ തന്നെ ഈ RDO ഉൾപ്പെടെയുള്ള ആളുകൾ, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പലവട്ടം ചർച്ച നടത്തിയാണ്. ഞങ്ങൾ ഒരിക്കലും ഇത് കിട്ടുന്നത് വരെ സമരരംഗത്ത് ഉണ്ടാവും എന്നാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോട് അഭിപ്രായം. MP-യുടെ ശ്രീമതി PT ഉഷ MP-യുടെ ഇടപെടൽ നമുക്ക് ലെറ്റർ ലഭിക്കുകയും അത് നമ്മൾ ഏകദേശം നമുക്ക് ലഭ്യമായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ വളരെ ഏറെ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് അതിൽ തന്നെ അതിനാവശ്യമായ ഫണ്ട് സംബന്ധമായ കാര്യങ്ങൾ പോലും സൂചിപ്പിച്ച ഒരു കത്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർ പറയുന്നത് ഇവിടെ തരാൻ പറ്റില്ല എന്നാണ്. തൊട്ടടുത്ത 700 മീറ്റർ അപ്പുറത്ത് തിക്കോടി പഞ്ചായത്ത് ബസാറിൽ ഉള്ളതുകൊണ്ട് നമുക്കറിയാം കോഴിക്കോട് ജില്ലയിലൂടെ എടക്കാട് ഉൾപ്പെടെയുള്ള പല ഭാഗത്തും ഈ 2 കിലോമീറ്ററിനുള്ളിൽ തന്നെ 2 അടിപ്പാതയും 3 അടിപ്പാതയും ഉള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളെ കണ്ണൂർ ജില്ലയും മലപ്പുറം ജില്ലകളും 2 കിലോമീറ്ററിനടുത്ത് 2-3 അടിപ്പാതകളുള്ള കാര്യങ്ങളും ഞങ്ങൾ അവരോട് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതൊന്നും അവർ ശ്രദ്ധിക്കാതെ ഇതൊരിക്കലും ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് ഒരു ധാർഷ്ട്യത്തോടു കൂടിയാണ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത്. ഇക്കാര്യത്തിൽ നമ്മുടെ ഈ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നേരത്തെ പറഞ്ഞത് ഡൽഹിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടിയാലാണ് ഞങ്ങൾക്ക് തരാൻ കഴിയൂ. ഞങ്ങൾ ശ്രീമതി MP PT ഉഷേനെ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ചെയർമാൻ സന്തോഷ് യാദവ് എന്ന് പറഞ്ഞ സാറാണ് ഞങ്ങൾക്ക് ഈ ലെറ്ററിന് അനുമതി തന്നത്. തിക്കോടി ഇവിടുത്തെ ഭാഗങ്ങൾ മുഴുവൻ അദ്ദേഹം വന്ന് നിരീക്ഷിച്ചിട്ടാണ് പോയത്. അതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഒരു അനുമതി തന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് ഡയറക്ടറിന് അനുവാദം തരാത്തത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. എന്തെങ്കിലും ലോബി ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല ഇതിൻ്റെ പിന്നിൽ. തിക്കോടി ടൗണിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിക്കോടിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ഉൾപ്പെട്ടുകൊണ്ട് ഒരു ജനകീയ സമിതി രൂപീകരിക്കുകയും കഴിഞ്ഞ 2 വർഷക്കാലമായി നിരന്തരം സമരങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഞങ്ങൾ കയറാത്ത ഓഫീസുകളില്ല. ഹൈവേ ഓഫീസായാലും കളക്ടറായിട്ടായാലും ഒക്കെ തന്നെ നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് തിക്കോടി ടൗണിൽ ഒരു അടിപ്പാത അനുവദിക്കണമെന്നുള്ളൂ. ഒട്ടനവധി സർക്കാർ ഓഫീസുകളും അതുപോലെ തന്നെ ഹൈസ്കൂളുകളും പള്ളികളും അമ്പലങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന തിക്കോടി ടൗണിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയുമായിട്ടാണ് ഹൈവേ ഉദ്യോഗസ്ഥന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി ഉദ്യോഗസ്ഥന്മാർ പോലീസ് സഹായത്തോടുകൂടി തിക്കോടി സർവീസ് റോഡിൻ്റെ പണി പുനരാരംഭിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ 4 പ്രാവശ്യമായി ഞങ്ങൾ തടഞ്ഞിരിക്കുകയാണ്.
എന്ത് വില കൊടുത്തും തിക്കോടി ടൗണിൽ ഒരു അടിപ്പാത അനുവദിക്കുന്നത് വരെ ഇവിടെ സർവീസ് റോഡിന് അനുവദിക്കില്ല എന്നാണ് ഞങ്ങളുടെ മുഖ്യ ആശയം. നമുക്കറിയാം, ഒട്ടനവധി സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള റെയിൽവേ സ്റ്റേഷൻ, ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ മുതലായ ഒട്ടനവധി സ്ഥാപനങ്ങളൊക്കെ തന്നെ ഉള്ള ഈ തിക്കോടി ടൗണിൽ അവർ നമുക്ക് ഒരു അടിപ്പാത അനുവദിക്കുന്നില്ല. പലവിധ കാരണങ്ങളാണ് അവർ പറയുന്നത്. 710 മീറ്ററിൽ തൊട്ടടുത്ത് ഒരു അടിപ്പാത ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ നന്ദി ഭാഗത്തേക്ക് തിക്കോടിയുള്ള ആളുകൾ പോവുകയാണെങ്കിൽ 2 കിലോമീറ്റർ ചുറ്റി തിരിഞ്ഞ് വേണം പോകാൻ. എന്നാൽ നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ തന്നെ 2 കിലോമീറ്ററിനുള്ളിൽ 2-3 അടിപ്പാതകൾ നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രൊജക്റ്റ് മാനേജർ, ഞങ്ങൾ ബഹുമാനപ്പെട്ട MP PT ഉഷ മാഡത്തിൻ്റെ നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് പ്രൊജക്ടർ ഓഫീസർ മാത്രമാണ് ഞങ്ങൾക്ക് എതിരായി നിൽക്കുന്നത്. അദ്ദേഹം പല വിധത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്ത് വില കൊടുത്തും തിക്കോടി ടൗണിൽ അടിപ്പാത അനുവദിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികൾക്ക് തന്നെയാണ് ഈ ജനകീയ സമിതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ഹൈവേ അധികൃതർ പോലീസ് സഹായത്തോടു കൂടി നിർമ്മിക്കും എന്നുള്ളതൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്ത് വില കൊടുത്തും എത്ര പോലീസുകാർ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ മരിക്കാൻ വരെ തയ്യാറായിക്കൊണ്ട് ആണ് തിക്കോടിയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ സമരത്തെ നേരിടുന്നത്. ഏതാണ്ട് 1.5 വർഷക്കാലമായി തിക്കോടിയിലെ നാഷണൽ ഹൈവേയിലെ അടിപ്പാത അനുവദിച്ചു കിട്ടാൻ വേണ്ടിയുള്ള സമരങ്ങൾ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട MP-യുടെ നേതൃത്വത്തിൽ അതിന് അനുകൂലമായ ഓർഡറുകൾ ഉണ്ടായിട്ടും അത് അനുവദിച്ചു കിട്ടാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് തടസ്സം നിൽക്കുകയാണ്. ആയതിനാൽ തിക്കോടിയിൽ അടിപ്പാത അനുവദിച്ച് കിട്ടുന്നത് വരെ ഈ സമരസമിതി ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും മരണം വരെ ഞങ്ങൾ ഈ സമരരംഗത്തുണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്.